വേടനെതിരെ വീണ്ടും ഒരു ആരോപണവുമായിട്ട് ഒരു യുവ ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം വേടനെതിരെ പണ്ടൊരു മീറ്റു ആരോപണം വന്നിട്ടുണ്ട്. ഇവിടെ വേടൻ വേട്ടയാടപ്പെടുന്നതാണോ അതോ വേടൻ നല്ല ഒന്നാം തരം ഒരു വേട്ടക്കാരനാണോ? തന്റെ കലാസൃഷ്ടിയെയും അതുപോലെ തന്നെ തനിക്ക് കിട്ടുന്ന സോഷ്യൽ ഇടത്ത് കിട്ടിയിട്ടുള്ള സപ്പോർട്ടിനെയും മുതലെടുത്തുകൊണ്ട് നല്ല പോലെ വേട്ടയാടുന്ന ഒരു വേട്ടക്കാരനാണോ ഈ പറയുന്ന റാപ്പർ വേടൻ? നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാരണം വേടന്റെ ഒരു വിഷയം എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് പക്ഷവും കേൾക്കുന്ന ഒരു ശബ്ദമായിട്ട് വേണം സംസാരിക്കുവാൻ. കാരണം വേടൻ വെക്കുന്ന രാഷ്ട്രീയത്തെയും വേടന്റെ പാട്ടിനെയും വളരെ ശക്തമായ രീതിയിൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ത്തിനെതിരെയാണ് എന്നും വേടൻ ശബ്ദമുയർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കുന്ന ഒരു സമുദായത്തിന് വേണ്ടിയും അടിച്ചമർത്തലുകൾ ഏർപ്പെട്ടിട്ടുള്ള ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടും വേടൻ ശബ്ദമുയർത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ടിയെല്ലാം ശബ്ദമുയർത്തുമ്പോൾ ഇവിടെ എല്ലാം അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും ഇവിടെ എന്തും ചെയ്യാം, എന്തും ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരാൾക്ക് ജനം പിന്തുണ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം കഴിഞ്ഞ കഞ്ചാവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പൊതുസമക്ഷത്തിൽ വന്ന് പറഞ്ഞത്, ചേട്ടനെ അനുകരിക്കല്ലേ, ചേട്ടന് ഒരു തെറ്റ് പറ്റി, താൻ എന്തും ചെയ്തിട്ട് തന്നെ അനുകരിക്കരുത് എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല താൻ ചെയ്തു വെച്ചിട്ടുള്ള വിഷയങ്ങൾ. കാരണം വേടനെ റോൾ മോഡലായി കാണുന്ന, വേടനെ അനുകരിക്കുന്ന, വേടനെ ആരാധിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടങ്ങളിലുണ്ട്. ഇവിടെ ഈ പറഞ്ഞ യുവ ഡോക്ടറിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും തോന്നിയിരുന്നത് വേടനോടൊരു ആരാധനയാണ്. അവന്റെ പറയുന്ന വേടന്റെ പാട്ടുകളോട് തോന്നിയൊരു ഇഷ്ടം ഒരു മെസ്സേജിലേക്ക് എത്തുകയും സൗഹൃദത്തിലേക്ക് എത്തുകയും സൗഹൃദത്തിന് പിന്നെ പ്രണയത്തിന്റെ രൂപങ്ങൾ വരികയും അഭ്യർത്ഥന നടത്തുകയും വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറയുകയും അങ്ങനെ അവരുടെ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഈ കോടതികളിൽ പോയാൽ പോലും പരസ്പര സമ്മതത്തോടു കൂടി ഉണ്ടായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളെ അതൊരു ക്രൈമായിട്ടല്ല നിലവിൽ കാണുന്നത്. കാരണം അത് ഒരു സാഹചര്യത്തിൽ അവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പരസ്പര സമ്മതത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഈ ഒരു വിഷയത്തിനകത്തും അത് തന്നെയാണ് മെയിനായിട്ട് വേടൻ അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഒരു സമയത്ത് തന്റെ അനുഭവത്തോടു കൂടി നടന്ന കാര്യം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെയാണ് ഒരു ക്രൈമായി മാറുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു പരാതിയായി മാറുന്നത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, വളരെ വ്യക്തമായിട്ട് ന്യൂസ് ചാനലിൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്തു തരാം. നിങ്ങൾ ആദ്യം അതൊന്ന് കേട്ടു നോക്കൂ. തന്നെ ചുംബിക്കാൻ അനുമതി തേടി അപ്പോൾ സമ്മതം നൽകിയെന്നും യുവതി പറയുന്നുണ്ട്. അതിനുശേഷമാണ് തന്നെ ബലാത്സംഗം ചെയ്തെന്നുള്ളതാണ് ഈ പരാതി പറയുന്നത്. ആ തീയതി പക്ഷേ യുവതിക്ക് ഓർമ്മയില്ല. പക്ഷേ തന്നെ ബലാത്സംഗം ചെയ്തതിന് ശേഷം തന്നെ വിവാഹം ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് 3 ദിവസത്തിന് ശേഷമാണ് വേടൻ ആ വീട്ടിൽ നിന്നും ആ ഫ്ലാറ്റിൽ നിന്നും പോകുന്നത്. പിന്നീട് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി കോഴിക്കോടുള്ള ഫ്ലാറ്റിലും അതോടൊപ്പം തന്നെ പിന്നീട് യുവതിക്ക് ജോലി ലഭിച്ച് കൊച്ചിയിലെത്തുന്നു. കൊച്ചിയിൽ താമസമാക്കിയ ഫ്ലാറ്റിലും വേടൻ എത്തിയിട്ടുണ്ട്. അവിടെ ആ 2 സ്ഥലങ്ങളിൽ വെച്ചും കൂടാതെ ഏലിയിലുള്ള വേടന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് എല്ലാവരും ഒത്തുകൂടിയിരുന്നു. അവിടെ വെച്ചും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ചതിന്റെ കാരണത്താലാണ് താൻ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് സമ്മതിച്ചതും ആ ഒരു ബന്ധം തുടർന്നു പോയതും അതൊരു വിവാഹം കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് പോയിട്ട് പിന്നെ അവരുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന്. കാരണം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. കാരണം വിവാഹം അഭ്യർത്ഥന നടത്തി പീഡിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ കോഴിക്കോട് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ വെച്ച് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അത് തെളിയിക്കപ്പെടണം. ഇനി ഇതിനുള്ള തെളിവുകൾ വരണം. കാരണം ഇതയുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നും ഇതിനൊരുപാട് എന്തായാലും സോഷ്യൽ ഇടങ്ങളിൽ ഒരുപാട് നാളായ ഒരു വിഷയമല്ല. IPCയുടെ വകുപ്പുകളാണ് ഇപ്പൊ ചുമത്തിയിട്ടുള്ളത്. നമ്മുടെ പുതിയ നിയമത്തിൽ ഇതിൽ പെടുത്തുക. കാരണം ഇത് അതിനു മുന്നേ വന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ന്യായസംഹിതയിലൊന്നും ഇത് പെടുത്തുന്നില്ല. കാരണം ഇത് IPC തന്നെയാണുള്ളത്. അപ്പൊ IPCയിലെ വകുപ്പുകളാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ വേടന്റെ വിഷയത്തിൽ പോലീസിന് നേരത്തെ ഉണ്ടായ ഒരു തിടുക്കമുണ്ട്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വിഷയത്തിലായാലും കഞ്ചാവിന്റെ വിഷയത്തിലായാലും വേടന്റെ കേസ് വന്നപ്പോൾ എടുത്ത ഒരു തിടുക്കം ഈ ഒരു കേസിൽ പോലീസ് ഇപ്പോൾ കാണിക്കുന്നില്ല. വളരെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ഇതിന്റെ നെല്ലും പതിരും ഒന്ന് തിരിച്ചറിഞ്ഞ് ഇനി ഇതിൽ എന്തായാലും ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേടൻ ഇതിനകത്ത് തെറ്റുകാരനാണ് എങ്കിൽ, വേടൻ ഇത്തരത്തിലൊരു തെറ്റ് ഈ പറഞ്ഞ പെൺകുട്ടിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേടൻ ശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അല്ല വേടനെ ഇതിൽ ആരെങ്കിലും പെടുത്തിയതാണെങ്കിൽ പിന്നെയും വേടൻ വെക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്ന
ഏതെങ്കിലും കോണുകളിൽ നിന്നും വേടനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമമാണെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ, കാരണം ഇതൊരു വ്യാജ അലിഗേഷൻ ആണെങ്കിൽ മാത്രം ആ പെൺകുട്ടിക്കെതിരെ നിയമ നടപടി എടുക്കണം. കാരണം ഇവിടെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്, ഒരു ആൺകുട്ടിയുടെ മേലെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മീഡിയ അത് വളരെയേറെ ആഘോഷിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അതൊരു വ്യാജ വാർത്തയാണെന്ന് അറിഞ്ഞാൽ പോലും വളരെ സെൻസിറ്റീവ് ആയിട്ട് അത് മീഡിയ കൊടുക്കാറുമില്ല, അത് കാണിക്കാറുമില്ല. ഈ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ മുഖം അത്ര വെളിപ്പെടുത്താറുമില്ല. അത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ സ്ത്രീപക്ഷ അനുകൂല നിയമങ്ങളിലുള്ള ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് അത്. കാരണം ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ ആരുടെ മേലെ വേണോ, എന്ത് കേസ് വേണമോ, എവിടെ നിന്ന് വേണമോ രജിസ്റ്റർ ചെയ്യാന്നൊരു സാഹചര്യമുണ്ട്. ഉടനെ ആക്ഷനാണ്. പക്ഷെ ഇപ്പൊ വേടന്റെ കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിനപ്പുറം മാത്രമേ ആക്ഷൻ ഉണ്ടാവൂ എന്ന് ഉള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വേടനൊപ്പമുള്ള ജാതിക്കാർഡും വേടനൊപ്പം അനുകൂലിക്കുന്ന ചില ആളുകളും തിരിച്ചറിയുക, വേടൻ ചെയ്യുന്ന എന്ത് തെറ്റിനെയും നമ്മൾ അംഗീകരിക്കുമെന്നുള്ള ഒരു രീതി നമ്മൾ മാറ്റണം. വേടന്റെ ഭാഗത്ത് വ്യക്തമായ തെളിവുകൾ സഹിതം തെറ്റുണ്ടെങ്കിൽ വേടൻ നിയമത്തിന്റെ വഴികളിലൂടെ തന്നെ കടന്നു വരുന്ന ശിക്ഷ കിട്ടേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തെറ്റ് വേടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പിന്നെ ഈ ലോകത്ത് ആരും പൂർണ്ണമായിട്ടും കംപ്ലീറ്റഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനത്തിൽ നിന്ന് നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആരുമല്ല, നമ്മൾ ഒന്നുമല്ല എന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ചികഞ്ഞ് ആരും വരത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് സോഷ്യൽ എടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ ഇടപെട്ട് കരിയർ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ പൊങ്ങി വരാം. പക്ഷെ വേടന്റെ വിഷയം സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ വിഷയങ്ങളും വേടൻ അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകളും ഈ ഇടയ്ക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് സംഘപരിവാർ സംഘടനകൾക്കെതിരെ സംസാരിച്ച കാര്യങ്ങളും എല്ലാം നമ്മുടെ മുൻ നിരയിൽ തന്നെ നിൽപ്പുണ്ട്, നമ്മുടെ പൊതു ഇടത്തിൽ തന്നെ നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഇതിൽ വേടൻ തെറ്റുകാരനാണെങ്കിൽ വേടൻ ശിക്ഷിക്കപ്പെടണം. ഇല്ല, വേടനെ ഇതിൽ വേട്ടയാടുന്നതാണ് എങ്കിൽ വേടനൊപ്പം തന്നെയായിരിക്കും ഞാൻ നിൽക്കുന്നത്. എന്തായാലും വരും ദിവസം ഇതിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ ഒരിടത്തും രണ്ടു പുറം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിന്റെ രണ്ടു വശവും അറിയണം. വേടന്റെ വശം നമ്മൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വേടനെ ഇതിൽ ആസൂത്രിതമായി പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേടന്റെ വെർഷനും വരട്ടെ. ആ പെൺകുട്ടി പറഞ്ഞ കേസ്, പെൺകുട്ടിയുടെ കേസ് അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവളിനെ അങ്ങനെ ഒരു ആക്രമണത്തിന് വിധേയായി അവളുടെ ലൈഫിൽ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അതിനപ്പുറം വിഷാദ രോഗത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആ പെൺകുട്ടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒപ്പവും തന്നെയായിരിക്കും. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ ഒപ്പമായിരിക്കില്ല. ഇനി വേടനെ ഇതിൽ തന്ത്രപരമായിട്ട് വേടനെ കുടുക്കിയതാണെങ്കിൽ വേടൻ ഒപ്പവുമായിരിക്കും. അപ്പോ നമുക്ക് എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.